രാവിലെ എണീറ്റ് കതവൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ 7 മണിയായിട്ട് നല്ല മഞ്ഞുണ്ട്, മഞ്ഞൊന്നും മാറിയിട്ടില്ല, അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഞാൻ പുറത്തൊക്കെ നിന്ന് കുറച്ച് നേരം ആസ്വദിച്ചിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് ഞാൻ നേരെ നമ്മൾ ഇന്നലെ തന്നെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഉരുളക്കിഴങ്ങ് കറിയും അപ്പവുമാണ്. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞ് പെറുക്കിയിട്ട് കുക്കറിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം. ഓക്കേ. ഇനി കുക്കറൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചോറിന് വേണ്ടിയിട്ട് മോരുകറിയുടെ മേക്കിംഗ് ആണ് ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോരൊക്കെ ഞാൻ അവിടെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കടുവറക്കുക, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി കളർ വരാൻ വേണ്ടി ഇട്ടിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തോടെ നമ്മൾ മോര് കലക്കി വെച്ചതും നമ്മൾ തേങ്ങയൊക്കെ ഓൾറെഡി കലക്കി വെച്ചേക്കാണ് കേട്ടോ മോരിനകത്തോട്ട് അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറിന് വേണ്ട മോരുകറിയും റെഡിയായി, രാവിലത്തെ കാപ്പി വേണ്ട കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കൂടെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിവിടെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ ഏട്ടൻ കഴിക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അടുത്ത അപ്പത്തിനോട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കിഴങ്ങ് കറിയും ഇവിടെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ രാവിലെ എനിക്ക് എന്തായാലും മസ്റ്റാണ്. അപ്പം ഇനിയും കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ചായ അത് നിർബന്ധമാണ്. അപ്പോൾ ആ ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചിട്ട് ഞാൻ നേരെ ബാക്കിയും കൂടെ പണിക്ക് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു പയർ മെഴുക്കോട്ടയും കൂടെ നമുക്ക് സെറ്റാക്കിയിട്ട് ചോറൂടെ പോയിട്ട് ഏട്ടനെ കൊടുത്തുവിട്ട് പറഞ്ഞു വിടാം. ഇപ്പം ശ്വാസം വിട്ട് മരിച്ചേനെ. അപ്പോൾ ടാറ്റ, അത്രേ ഉള്ളൂ.